ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇന്ന് 8000 എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ ഗൈസ്? നല്ല രാവോലി ബിരിയാണി ഉണ്ടാക്കിയാലോ നമുക്ക്? നല്ല ഫിഷ് ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണീൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. പക്ഷേ എൻ്റെ എഡിറ്റിങ്ങിൻ്റെ മടിയൊക്കെ കാരണം ഞാൻ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യുകയോ മര്യാദയ്ക്ക് ഇടുകയൊക്കെ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ആകെ താളം തെറ്റിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഞാൻ എപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടോ അതിന് 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ പിന്നെയും അത് സ്റ്റോപ്പ് ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയുന്നില്ല, എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണീൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടിട്ട് അണ്ടി മുന്തിരി ഒക്കെ നല്ലോണം ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി ഒന്ന് കരിച്ച് വെക്കുന്നുണ്ട്. ഉള്ളി കരിക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം മൊരിഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ ഇത് ഒരടുപ്പത്ത് ചോറും കൂടെ സെറ്റാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ലോണം അരിയൊക്കെ കഴുകി നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മസാലയ്ക്കുള്ള പരിപാടികൾ കൂടെ തുടങ്ങിയിട്ടുണ്ട്. റെസിപ്പിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണല്ലേ. പണ്ടൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കും. പിന്നെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നന്നായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും വളർന്നു വരുന്ന ചെറിയൊരു കുട്ടീനോട് വെച്ചാൽ അവരെ ബിരിയാണിൻ്റെ റെസിപ്പി കിട്ടുക അങ്ങനത്തതാണല്ലേ. ഈ യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ടുള്ള ഗുണം അതാണ്. ഞാനും ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും പഠിക്കുക ചെയ്യുക, അത്ര തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങോട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അതായത് കുക്കിങ്ങിൽ പുതിയ പുതിയ റെസിപ്പികളൊക്കെ കാണാനും ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോസൊക്കെ അധികം ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കും കേട്ടോ. എപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട് എല്ലാവരും, നമ്മൾ ഈ ഉള്ളി വാട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ തക്കാളി ഇടാൻ പാടുള്ളൂ. എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം വാട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവിടെ ചോറും കൂടെ റെഡി ആകുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ മീൻ ഓൾറെഡി പൊരിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ആവോലിൻ്റെ കൂടെ തന്നെ കുറച്ച് അയക്കുറയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മസാല സെറ്റ് ആവുന്നുണ്ട്, ചോറ് അടുപ്പത്ത് സെറ്റ് ആവുന്നുണ്ട്. അമ്മ അവിടെ എന്തോ പണിയിലായതുകൊണ്ടാണ് കേട്ടോ അമ്മ ഇതിൻ്റെ ഇടയിൽ കാണാത്തത്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോറിൻ്റെ കാര്യമൊക്കെ നോക്കുക അമ്മയാണ്. പൊതുവെ എപ്പോഴും മസാല ഞാൻ ഉണ്ടാക്കിയിട്ട് ചോറ് അമ്മേനാണ് കേട്ടോ ഏൽപ്പിക്കുക. അപ്പോൾ അമ്മ എങ്ങോട്ടോ പുറത്ത് പോയതുകൊണ്ടാണ് പിന്നെ അമ്മക്ക് വീഡിയോയിൽ വരാൻ ചെറിയൊരു മടി ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അമ്മനെ കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഏകദേശം സെറ്റ് ആവുന്നുണ്ട്. ഉള്ളിയൊക്കെ വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികളും കൂടി ഇടണം കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പൊതുവേ ഞാൻ മസാല ഇടാൻ അമ്മനെയാണ് വിളിക്കുക. ഇപ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊന്ന് എൻ്റെ ഐഡിയ കിട്ടോക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് അറിയാമെങ്കിലും മസാലയൊക്കെ അമ്മ ഒന്ന് എടുത്തു തന്ന എനിക്കൊരു സമാധാനമാണ് കേട്ടോ. അതെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അമ്മമാരെ കൈയൊന്നും അതിൽ പോയാലുള്ള സമാധാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുന്ന. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുരുമുളക് പൊടി, ബിരിയാണി മസാല, അതാണ് മെയിനായിട്ട്. കുരുമുളകാണ് മെയിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. മുളക് പൊടി കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് മഞ്ഞളും കൂടെ ഇട്ട് മസാല സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ മസാലയ്ക്ക് ചുവപ്പ് കളർ ഉണ്ടാവില്ല. നമ്മൾ കല്യാണി ബിരിയാണി പോലെ നല്ല എന്താ പറയുക മഞ്ഞപ്പച്ച കളറല്ലേ, ആ കളറിലാണ് ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കിയത്. പക്ഷേ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയട്ടെ, കിടിലൻ ബിരിയാണി ആയിരുന്നു. കാരണം ഈ വീഡിയോ കുറേ മുന്നേ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിലുണ്ട്. നല്ല കിടിലൻ ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കുറച്ച് മസാല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊരിച്ച മീനുകളെല്ലാം കൂടെ അടുക്കി പെറുക്കി നിരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മസാല മാറ്റി വെച്ചിട്ട് നമുക്ക് ലെയറിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മീനും കൂടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ മുകളിൽ വെക്കാൻ വേണ്ടി കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഫിഷ് അയക്കോറായാലും മാഗോലായാലും കറീനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇതുപോലെ ബിരിയാണിയോ അല്ലെങ്കിൽ പൊരിച്ചിട്ടാണെങ്കിലാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ കൂട്ടാറ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ്? ചിക്കൻ ബിരിയാണിയാണോ, ബീഫ് ബിരിയാണിയാണോ, ഫിഷ് ബിരിയാണിയാണോ ഏറ്റവും ഇഷ്ടം എന്ന് പറയണേ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞത് ഫ്രഷ് ആയിട്ട് തന്നെ എഡിറ്റ് ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഈ വീഡിയോ ഞാൻ കുറേ കാലം ഗാലറി കിടന്ന് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ തന്നെ മടി പിടിച്ച് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ വോയിസും എല്ലാത്തിനും ഒരു മ്ലാനത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ സെറ്റാക്കി അതിൻ്റെ മുകളിലേക്ക് ഞാൻ പറഞ്ഞ പോലെ മീനൊക്കെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ തൂവി കൊടുത്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചോറിൽ ഞാൻ ക്യാരറ്റൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവെ ഞാൻ ഗാർണിഷ് ചെയ്യുമ്പോഴാണ് ക്യാരറ്റ് ഇടൽ. ഇപ്രാവശ്യം ഞാൻ ചോറ് തന്നെ ഇട്ടു, എന്നാലും മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് ചോറിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക്
നല്ല മസാല കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇട്ട് പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി, അണ്ടി, മുന്തിരിയൊക്കെ അല്ലേ, ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ലെയറായിട്ട് ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഇനി നമുക്ക് ഗാർണിഷും പരിപാടികളും മീനൊക്കെ വെക്കണം കേട്ടോ. അപ്പം എൻ്റെ ബിരിയാണി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ദമ്മിടുന്ന പരിപാടി കൂടി ഉള്ളൂ. ദമ്മിടാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് തവണ മൂടി വെക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 4-5 മീൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയക്കോരയും ആവോലിൻ്റെ 2-3 കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെറ്റാക്കിയിരിക്കുന്ന മല്ലിയിലയും അണ്ടിയും മുന്തിരിയും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ഇടാത്ത ബിരിയാണി ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നി. എപ്പോഴും ഞങ്ങൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ മുളക് പൊടിയും ഒക്കെ ഇട്ടു കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ ഇടാത്തതുകൊണ്ട് ഈ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മുടെ ബിരിയാണി റെഡിയായി ഗൈസ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ മീനൊക്കെ പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ബിരിയാണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് തോന്നുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിനി ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ റെസിപ്പി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.